നമസ്കാരം ഫ്രണ്ട്സ്. മൂവിംഗ് ആവറേജ് എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ടെക്നിക്കൽ അനാലിസിസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കുന്ന ഘടകമാണ് മൂവിംഗ് ആവറേജ്. അതായത് കുറേ വിലകൾ റീസെൻ്റായിട്ട് കുറേ ദിവസങ്ങളിൽ ഒരു ഷെയർ കടന്നുപോയ വിലകൾ ഇപ്പോൾ ആ ഷെയർ എവിടെ നിൽക്കുന്നു, ആ പൊസിഷൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മൂവിംഗ് ആവറേജ് നമ്മളെ സഹായിക്കും. ഫോർ എക്സാമ്പിൾ, മൂവിംഗ് ആവറേജ് 10. നമുക്കിപ്പോൾ മൂവിംഗ് ആവറേജ് 10 എന്ന് പറഞ്ഞിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് ചാർട്ടിംഗ് എന്ന് പറയുന്ന സൈറ്റാണ്. ഇതിന് 5 മൂവിംഗ് ആവറേജ് സെറ്റ് ചെയ്യാൻ പറ്റും. സാധാരണയായിട്ട് വരുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും സാധാരണയായിട്ട് വരുന്നത് ഈ സൈറ്റിൽ. മൂവിംഗ് ആവറേജ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ മൂവിംഗ് ആവറേജ് ഒന്നും കാണിക്കുന്നില്ല. ഇത് മാരുതി സുസുക്കിയുടെ ഷെയറിൻ്റെ 1 ഇയർ ചാർട്ടാണ്. 1 ഇയർ ഡെയിലി ചാർട്ടാണ്, കാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ്. ഇതിൽ മൂവിംഗ് ആവറേജ് ഒന്നും ഇപ്പോൾ കൊടുത്തിട്ടില്ല. മൂവിംഗ് ആവറേജ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ മൂവിംഗ് ആവറേജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ 5 മൂവിംഗ് ആവറേജ് നമുക്ക് കൊടുക്കാൻ പറ്റും. സാധാരണഗതിയിൽ 5 നമുക്ക് ആവശ്യമില്ല. അപ്പോൾ സിമ്പിൾ മൂവിംഗ് ആവറേജ് ഡിഫോൾട്ടായിട്ട് സിമ്പിൾ ഇവിടെ വരുന്നുണ്ട്. സിമ്പിൾ പിന്നെ എക്സ്പോണൻഷ്യൽ, ഈ 2 എണ്ണമാണ് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഈ 2 എണ്ണത്തെക്കുറിച്ച് പറയാം. വളരെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന സിമ്പിൾ മൂവിംഗ് ആവറേജ് ആണ്. സിമ്പിൾ മൂവിംഗ് ആവറേജ് കണക്കാക്കുന്ന ഒരു കുറേ ദിവസത്തെ വിലകളുടെ ക്ലോസിംഗ് വില എടുക്കും. ഷെയറിൻ്റെ ക്ലോസിംഗ് വില എടുത്തിട്ട് ആ വിലയുടെ ആവറേജ് കണക്കാക്കും. അത്രയേ ഉള്ളൂ. അത്ര വളരെ സിമ്പിളായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അതായത് ക്ലോസിംഗ് വിലയുടെ ആവറേജ്. ഇപ്പോൾ 10 ദിവസത്തെ സിമ്പിൾ മൂവിംഗ് ആവറേജ് നമുക്ക് കാണണമെങ്കിൽ ക്ലോസിംഗ് വില ഇവിടെ നമുക്ക് ക്ലോസിംഗ് വിലയാണോ, ഹൈ വേണോ, ലോ വേണോ, ഓപ്പൺ വേണോ എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. സാധാരണയായിട്ട് ക്ലോസിംഗ് ആണ് നമ്മൾ എടുക്കാറുള്ളത്. അതുകൊണ്ട് ക്ലോസിംഗ് തന്നെ കൊടുത്തു. അതുപോലെ ഇവിടെ സിമ്പിൾ കൊടുത്തു. ഫസ്റ്റ് ഭാഗത്ത് നമ്മൾ ഒരു 10 ദിവസത്തെ സിമ്പിൾ മൂവിംഗ് ആവറേജ് നമുക്ക് കാണണം. 10 കൊടുത്തു. ഇനി അപ്ഡേറ്റ് ചാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിൾ മൂവിംഗ് ആവറേജ് 10 ദിവസത്തെ വരും. ഒരു ലൈൻ വരും. ഓക്കെ, ഈ ലൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആദ്യത്തെ ചാർട്ടിൽ ലൈൻ ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരു വയലറ്റ് നിറത്തിലുള്ള ലൈൻ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മൂവിംഗ് ആവറേജ് 10C എന്നും പറഞ്ഞ് കാണാൻ പറ്റും. അതായത് കളറാണ് കാണിക്കുന്നത് ഇവിടെ വയലറ്റ് നിറത്തിൽ. ആ വയലറ്റ് നിറത്തിലെ ലൈൻ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഈ ഗ്രാഫ് പോയേക്കുന്നത് വയലറ്റ് നിറത്തിലെ ലൈനിന് മുകളിലാണ്. ഇപ്പോൾ ഈ കാൻഡിൽ സ്റ്റിക്ക് പോയേക്കുന്നത്. അതായത് പ്രൈസ് 10 ദിവസത്തെ മൂവിംഗ് ആവറേജിനെ കഴിഞ്ഞും ഉയർന്നാണ് നിൽക്കുന്നത്. ദാറ്റ് മീൻസ് അങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ആ സ്റ്റോക്ക് ഒരു അപ് ട്രെൻഡിലാണ് പോകുന്നത് എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ട്രെൻഡിലാണ് പോകുന്നത് എന്ന് പറയാൻ പറ്റും. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ പ്രൈസ് മൂവിംഗ് ആവറേജിൻ്റെ ലൈനിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. ഈ സമയത്ത് ആ സ്റ്റോക്ക് ഡൗൺ ട്രെൻഡിലായിരുന്നു അല്ലെങ്കിൽ നെഗറ്റീവ് ട്രെൻഡിലായിരുന്നു എന്ന് പറയാൻ പറ്റും. അപ്പോൾ മൂവിംഗ് ആവറേജ് കണ്ടുപിടിക്കുന്ന ഇത്രയേ ഉള്ളൂ. എത്ര ദിവസത്തെ മൂവിംഗ് ആവറേജ് ആണോ വേണ്ടത് അത്രയും ദിവസത്തെ ക്ലോസിംഗ് പ്രൈസ് എടുക്കുക. അതിനെ ഡേയ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കറൻറ്റ് സിമ്പിൾ മൂവിംഗ് ആവറേജ് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് കൂടാതെ തന്നെ ഒരേ സമയം തന്നെ നമുക്ക് പല ഡേയ്സിലെ മൂവിംഗ് ആവറേജ് കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു 7 ഡേയ്സ് കൊടുത്താൽ 7 എന്ന് പറഞ്ഞ് കൊടുത്തു. 7 ഡേയ്സ് അപ്ഡേറ്റ് ചാർട്ട് കൊടുത്തു. ചാർട്ട് അപ്ഡേറ്റായി. പച്ച കളറിലുള്ള ലൈനാണ് 7 ഡേയ്സിൻ്റെ. ഇവിടെ കാണാൻ പറ്റും പച്ച കളറിലുള്ള ഈ ലൈനാണ് 7 ഡേയ്സിൻ്റെ മൂവിംഗ് ആവറേജ്. ഓക്കെ, 7 ഡേയ്സിൻ്റെയും നമുക്കിവിടെ പച്ച കളറിലും വയലറ്റ് കളറിൽ 10 ദിവസത്തെയും മൂവിംഗ് ആവറേജ് കാണാൻ പറ്റും. സാധാരണയായിട്ട് ഈ ചെറിയ ദിവസത്തെ മൂവിംഗ് ആവറേജ് എല്ലാം ഉപയോഗിക്കുന്നത് ഇൻട്രാഡേ അല്ലെങ്കിൽ വളരെ ഷോർട്ട് ടൈം ട്രേഡ് ചെയ്യുമ്പോഴാണ് ഈ ചെറിയ ദിവസത്തെ മൂവിംഗ് ആവറേജ് എല്ലാം ഉപയോഗിക്കുന്നത്. ഇതുകൂടാതെ തന്നെ 50 ഡേയ്സ് മൂവിംഗ് ആവറേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് 50 ഡേയ്സ് കൊടുത്തു കഴിഞ്ഞാൽ 50 ഡേയ്സ് കിട്ടും. ഓക്കെ, ബ്ലാക്ക് കളറിലാണ് 50 ഡേയ്സ് മൂവിംഗ് ആവറേജ് ലൈൻ പോയിരിക്കുന്നത്. ഇതാണ് ആ ലൈന്.
50 ഡേയ്സ് മൂവിങ് ആവറേജ് ഇവിടെ അതിനും മുകളിലാണ് ഇപ്പോൾ ട്രേഡ് നടക്കുന്നത്. അപ്പോഴും നമുക്കത് അപ് ട്രെൻഡിലാണെന്ന് തന്നെ പറയാൻ പറ്റും. അതുപോലെ തന്നെ 50 ഡേയ്സിന് പകരം 100 ഡേയ്സും 200 ഡേയ്സും ഷോർട്ട് ടൈംകാർക്കും അതുപോലെ തന്നെ ലോങ് ടൈംകാർക്കും ഒരു പ്രധാനപ്പെട്ട മൂവിങ് ആവറേജ് തന്നെയാണ്. ഈ മൂവിങ് ആവറേജിനൊക്കെ താഴെയാണ് വിലയെങ്കിൽ വാങ്ങാൻ പറ്റിയ ഒരു ഇൻഡിക്കേഷനായിട്ടാണ്, വേറെ നെഗറ്റീവ് കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ വാങ്ങാൻ പറ്റിയ ഒരു ഇൻഡിക്കേഷനായിട്ടാണ് കാണിക്കുന്നത്. നമുക്കൊരു 100 ഡേയ്സും കൂടെ നോക്കാം. ഓക്കെ, 100 ഡേയ്സ് മൂവിങ് ആവറേജ് ഇവിടെ നീല കളറിൽ വന്നിട്ടുണ്ട്. 100 ഡേയ്സ് നീല കളറിൽ 50 ഡേയ്സിന് താഴെയാണ് അത് വന്നേക്കുന്നത്. ഓക്കെ, 100 ഡേയ്സ് മൂവിങ് ആവറേജിലാണ് ഇപ്പോൾ മാർക്കറ്റ് അല്ലെങ്കിൽ ഈ ഷെയർ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് മീൻസ് 100 ദിവസത്തെ ക്ലോസിംഗ് പ്രൈസ് ആവറേജ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രൈസ്, ആവറേജ് ചെയ്യുന്ന അറിയാമല്ലോ, 100 ദിവസത്തെ ക്ലോസിംഗ് പ്രൈസ് ഡിവൈഡ് ബൈ 100, അപ്പോൾ നമുക്ക് കറണ്ട് പ്രൈസ് കിട്ടും. ആ പ്രൈസിലാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാരുതി സുസുക്കിയുടെ വില. ഇങ്ങനെ നമുക്ക് സിമ്പിൾ മൂവിങ് ആവറേജ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ക്ലോസിംഗ് പ്രൈസ് വേണ്ട എങ്കിൽ ഓപ്പൺ പ്രൈസ് വെച്ചും ലോ പ്രൈസ് വെച്ചും ഹൈ പ്രൈസ് വെച്ചും നമുക്കിവിടെ ടിക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും. ടിക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ അപ്ഡേറ്റ് ചാർട്ട് കൊടുക്കണം, എന്നാലാണ് അത് വരുള്ളൂ. ഓക്കെ, ഞാൻ വീണ്ടും ക്ലോസിങ്ങിലേക്ക് പോയി. ഇനി നമുക്ക് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് കണ്ടുപിടിക്കണം. എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ മൂവിങ് ആവറേജ് തന്നെയാണ്, പക്ഷേ ഇമ്പോർട്ടൻസ് ലാസ്റ്റ് ഉള്ള ഡേയ്സിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. അതായത് അവസാനത്തെ ദിവസങ്ങളിൽ ട്രേഡ് ചെയ്ത വിലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കണ്ടുപിടിക്കുന്ന മൂവിങ് ആവറേജാണ് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ്. സിമ്പിൾ മൂവിങ് ആവറേജിൽ എല്ലാ ദിവസത്തെയും പ്രൈസിന് ഒരേ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. അതായത് 100 ദിവസത്തെ സിമ്പിൾ മൂവിങ് ആവറേജ് നമ്മളെടുക്കുക നോക്കിയാൽ ഈ 100 ദിവസം, അതായത് ഒന്നാമത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും അതുപോലെ 100ാമത്തെ ദിവസമുള്ള എല്ലാ പ്രൈസിനും ഒരേ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. അതേസമയം എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിൽ ലാസ്റ്റുള്ള ദിവസങ്ങൾ 100ാമത്തെ ദിവസത്തിന് വളരെ പ്രാധാന്യം കൊടുക്കും. 99ാമത്തെ ദിവസം അതിനേക്കാൾ കുറച്ച് പ്രാധാന്യം കൊടുക്കും. 98 അതിനേക്കാൾ കുറച്ച് പ്രാധാന്യം കൊടുക്കും. അങ്ങനെ പോയി ഒന്നാമത്തെ ദിവസം വളരെ കുറഞ്ഞ ഒരു പ്രാധാന്യമേ ആ ഒന്നാമത്തെ ദിവസത്തെ പ്രൈസിന് കൊടുക്കാറുള്ളൂ. എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജാണ് സിമ്പിൾ മൂവിങ് ആവറേജിനെ കഴിഞ്ഞ് കുറച്ചും കൂടെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, ഒരു അഡ്വാൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജാണ്. നമുക്ക് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് എക്സ്പോണൻഷ്യൽ എന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് കിട്ടും. ഞാനത് എല്ലാം എക്സ്പോണൻഷ്യൽ ആക്കിയിട്ടുണ്ട്. അപ്ഡേറ്റ് ചാർട്ട് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ഇട്ട് നേരത്തെ മൂവിങ് ആവറേജിനെ കഴിഞ്ഞു. ഓക്കെ, കുറച്ച് വ്യത്യാസമുണ്ട് ഈ ലാസ്റ്റ് വന്നപ്പോഴത്തേനും എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിന്. അത് അവസാന ദിവസങ്ങളിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ എല്ലാ മൂവിങ് ആവറേജ് ഇവിടെ ജോയിൻ ആകുന്ന പോലെ ഒരു ഫീലിംഗ് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇത്ര മൂവിങ് ആവറേജ് കൊടുത്തിട്ടും മാരുതിയുടെ പ്രൈസ് കുറച്ച് മുകളിലാണ്, മൂവിങ് ആവറേജിന് മുകളിലാണ്. അതായത് 100 ദിവസം മൂവിങ് ആവറേജ് കൊടുത്താൽ പോലും ഇത് പോസിറ്റീവ് ട്രെൻഡിലാണ് ഈ മാരുതിയുടെ പ്രൈസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. മൂവിങ് ആവറേജ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഷോർട്ട് ടൈമോ അല്ലെങ്കിൽ ലോങ് ടൈമോ ബൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബൈ ചെയ്യാനൊരു നല്ല പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂവിങ് ആവറേജ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ മൂവിങ് ആവറേജിനെ പറ്റിയിട്ട്. ഓക്കെ, ഈ കാണുന്നത് നമ്മുടെ ടെലിഗ്രാമിൻ്റെ ഗ്രൂപ്പാണ്, കേരള ഓഹരി വിപണി. 1935 മെമ്പേഴ്സ് ഇപ്പോൾ ഉണ്ട് ഗ്രൂപ്പിൽ. എല്ലാവരും മലയാളികളാണ്. ഓക്കെ, ഗ്രൂപ്പിൽ മലയാളികളും മലയാളം അറിയാവുന്നവരുമാണ്. ഗ്രൂപ്പിൽ ജോയിൻ ആകാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനൊരു നമ്പർ, എൻ്റെ വാട്സപ്പ് നമ്പർ ഈ സ്ക്രീനിൽ ഇപ്പോൾ കാണിക്കാം. ആ നമ്പറിലേക്ക് ആഡ് മീ എന്നും പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചാൽ മതി, ലിങ്ക് ഞാൻ അയച്ചു തരാം. ഓക്കെ, ടെലിഗ്രാം ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ടെലിഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുക. ഒരു അക്കൗണ്ട് കൂടി ടെലിഗ്രാമിൽ എടുക്കുക. അതിനുശേഷം ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൽ മെമ്പറാകാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, താങ്ക് യു.